ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നുണ്ടല്ലോ കിടിലം ബോൾത്തിൽ ഡിയോ റാങ്കിൻ്റെ മാച്ചായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കളിക്കുന്നതല്ലേ, എന്നാൽ പിന്നെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുണ്ടല്ലോ ആ ഒരു ജോക്കർ ബെഡിൽ തപ്പി പിടിച്ചെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഡിസംബർ മാസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൽ ഇഷ്ടം പോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും അല്ലേ. ആ സമയത്ത് പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്, അതായത് ആ ബലൂൺ മുളകത്തെ സാധനമില്ല, അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കുറേ ലൂട്ടൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, മാപ്പിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അങ്ങോട്ട് നേരെ അങ്ങ് വെച്ച് പിടിക്കാൻ നോക്കിയത്, പക്ഷേ ഒരുപാട് ദൂരെയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റെപ്പ് വഴി മണ്ടയ്ക്ക് കയറി അതിന് മണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ സ്ഥലത്തേക്ക് പോകുകയായിരുന്നു കേട്ടോ. എന്തായാലും പണിവാളിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, അവിടെയുള്ള ലൂട്ടുകാരിലൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കേസ് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിടല്ലോ അതിൻ്റെ പുറകെ അങ്ങ് പോയിട്ട് അത്യാവശ്യം അതിൻ്റെ മണ്ടയ്ക്ക് കയറാലോ എന്നൊക്കെ വിചാരിച്ച് ലൂട്ടൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് AK പറഞ്ഞു ഇവിടെ ആരും ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ പിന്നെ അമ്മമാരോടെ കൊന്നിട്ട് ആ ഒരു കില്ലും കൂടി എടുത്തിട്ട് നൈസായിട്ട് പോകുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ ഇറങ്ങിയ സമയത്ത് നോക്കുമ്പോഴത്തേക്കും ആരെ എലിമീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ AK പറഞ്ഞ പ്രകാരമുണ്ടല്ലോ അവൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു എലിമി ഉണ്ടായിരുന്നു. നമുക്ക് കൈ കിട്ടിയ മാക്സിമം വെച്ചിട്ട് നല്ല ഡാമേജ് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഗ്ലൂ വാൾ ഇടുന്നു ഓടുന്നു, അവനാണെങ്കിൽ ഗ്ലൂ വാൾ ഇടുന്നു ഓടുന്നു. അവസാനം ഓറിയോണായ സമയത്ത് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനെ നല്ല കിടിലം പോലെ അടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ AK കില്ലെടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. സോ എന്തായാലും AK ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ ലൂട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഗണ്ണൊക്കെ എനിക്കൊന്ന് മാറണം, കാരണം ഈ ഗണ്ണ് വെച്ച് പോയി കഴിഞ്ഞാൽ എനിമിയുടെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും അയ്യോ എന്നെ തല്ലി കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അമർ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ മെല്ലി കുറേ നാളുകൾക്ക് ശേഷം കളിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താണ് കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് പിന്നെയും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് എന്താണ് ബോട്ടിനെ തല്ലി കൊന്നിട്ട് വീഡിയോ ഇട്ട് മാസം കാണിക്കുന്നു എന്നൊക്കെ ചോദിച്ചൊരു ഡയലോഗ്. അത് എല്ലാ വീഡിയോസിനകത്തും ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. എന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് കളിക്കുന്നത്, എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ചെമ്പോ തുരുമ്പോ എന്തോ കണ്ടാണ്. അപ്പോൾ ഈ മാച്ച് ഒന്നും കണ്ടിട്ട് ഒരിക്കലും എന്നെ വിലയിരുത്താൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ പറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു മറുപടി പോലെ നൈസായിട്ട് കേസ് ഞാൻ കുറച്ച് മാച്ചസ് ഒക്കെ കളിച്ചിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഡയമണ്ട് 4 സംതിങ് റാങ്ക് എത്തിയിട്ടുണ്ട്. അത്ര വലിയ റാങ്കാന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തായാലും നേരത്തെ പോലെ ചെമ്പും തുരുമ്പുള്ള സമയത്തുള്ള പ്ലേയേഴ്സ് ആരൊക്കെത്തില്ല ഓപ്പോസിറ്റ് നല്ല അത്യാവശ്യം ഗണ്ണ് പിടിക്കാൻ അറിയാത്ത ടീംസ് തന്നെയായിരിക്കും എന്താണ് ഈ ഒരു മാച്ചിനകത്ത് ഓപ്പോസിറ്റ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എത്രമാത്രം ഗെയിം സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്ത ശേഷം ഞാൻ പറഞ്ഞു AK വായൊക്കെ നമുക്ക് ആ സാധനം പിടിക്കുക ബലൂൺ പിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും AK വരുന്നില്ല. അവനവിടെ നിന്ന് ലൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, സിപ്ലിയൻ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ അവന്മാരെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നേരെ അങ്ങോട്ട് പോവുക, അതിനകത്ത് കയറുക, അത്യാവശ്യം ലൂട്ടൊക്കെ എടുക്കുക, ആ സാധനം എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. പിന്നെ മാത്രമല്ല എനിക്കറിയാം പുതിയ ഇങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമ്മുടെ മാപ്പിനകത്തുള്ള എല്ലാ ആൾക്കാരും ഓടിപ്പിടിച്ച് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാനും അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടം പോലെ എനിമീസ് ആണ് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ എപ്പോഴൊക്കെ അത് താഴേക്ക് വന്നു കഴിഞ്ഞാലും പിന്നെയും എനിമി കയറിക്കൊണ്ട് വരികയും ചെയ്യുന്ന ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് നേരെ അങ്ങോട്ട് കയറിയിട്ട് അവിടെ തന്നെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ മാച്ചിൻ്റെ എത്ര നേരം വരെ അതവിടെ ഹോൾഡ് ഔട്ട്, അതായത് സോണിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കുകയും കൂടെ ചെയ്യാം. അവസാനം വരെ അതിന് മണ്ടയ്ക്ക് ആ ബലൂണിൻ്റെ അകത്ത് തന്നെ നിന്ന് കളിക്കാം എന്നൊക്കെ പ്ലാനിട്ടാണ് ഞാനും ഒക്കെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഞങ്ങളോട് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും പ്ലെയിനകത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിന് മണ്ടയ്ക്കൊക്കെ ഇറങ്ങി മാസ് കാണിക്കാം, അവന്മാരെയൊക്കെ തല്ലിക്കൊല്ലാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ക്യാരക്ടർ സ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് നമ്മൾ ഊങ്കോങ്ങിൻ്റെ പവറൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കേസൊക്കെ എനിമിയുടെ രക്ഷപ്പെടാന്നൊക്കെ വിചാരിച്ച് നേരിട്ടല്ലോ ഊങ്കോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് നേരിട്ടല്ലോ സ്റ്റെപ്പിന് മണ്ടയ്ക്ക് കയറിയ സമയത്ത് തന്നെ എനിക്ക് മാപ്പിനകത്ത് കാണിച്ചു എനിമിയുണ്ട് പറന്നിറങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ മാത്രമല്ല ആ ഒരു ഫുഡ് സ്റ്റെപ്പ് കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായില്ലേ എനിമിയുണ്ടെന്ന്. വന്നവരനെ ഒരുത്തനെ അടിച്ചു, അപ്പോഴത്തേക്കും കേസ് പുറകിൽ നിന്ന് വേറെ 2 പേരൊക്കെ എൻ്റെ അമ്മ പറന്നും തിരിഞ്ഞൊക്കെ വരുന്നു കേട്ടോ. ആ വന്നവരുടെ കേസ് ഒരുത്തനുണ്ടല്ലോ എന്നെ അടിച്ച് നല്ല കിടിലം പോലെ ഹെഡ് കയറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് AKയുടെ ഒരു മാസ് എൻട്രി കേട്ടോ. അത് വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. കിള്ളി പറയും അവന്മാരുടെ AK നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്ക് മെഡിക്കറ്റിംഗ് എല്ലാം യൂസ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന്മാരുടെ കിളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ കേസ് 2 പേരും ഒരേ ഡ്രസ്സ് ആയതുകൊണ്ട് ആരെയാണ് അടിച്ചത് ആരാണ് വന്നത് എന്നൊന്നും അവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല കേട്ടോ. എന്തായാലും ഞാനെടുത്ത ആ ഒരു കില്ല് അവിടെ നിന്ന് സെക്യൂർ ചെയ്തിട്ട് ആ കില്ലിങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു കില്ല് നമ്മുടെ ഈ ഒരു മാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു മാച്ചിലെ ആദ്യത്തെ കില്ലാണ് കേട്ടോ. അത് വേറെ ലെവൽ തന്നെയാണ്. ആ ഒരു കില്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ലെവൽ എനിക്കറിയാം, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. വന്ന് കയറി നോക്കുമ്പോഴത്തേക്കും ഒരു ഫൗണ്ടനൊക്കെ കാണുന്നു. എൻ്റെ മോനെ അതിനുശേഷം വീട് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി. അതെന്തത് അവരൊക്കെ പറന്ന് അതിന് മണ്ടയ്ക്കൊക്കെ ഇറങ്ങി കേട്ടോ. എന്തായാലും ഏതവൻ്റെ ഇന്ന് അടിയും കൊണ്ട് ചത്തിട്ടുണ്ടല്ലോ. നേരെ പൊങ്ങി വന്ന് ഇതിനെ മണ്ടയ്ക്കൊക്കെ ഇറങ്ങി ലൂട്ട് എടുക്കാന്നുള്ളൊരു മൈൻഡ് വന്ന് കയറിയത് എൻ്റെ P90യുടെ മുമ്പിലായിരുന്നു. അവനെ അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ കിടക്കട്ടെ. നമുക്കല്ലോ ഈ ഒരു ഫൗണ്ടൈനകത്ത് നിൽക്കുമ്പോഴത്തേക്കും കിടിലം പോലെ കേസ് അവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. അത് നിൽക്കുമ്പോഴത്തേക്കും കിടും പോലത്തേക്ക് ഉണ്ട്, ഫ്രീ ആയിട്ട് കുറേ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ നിന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിലുള്ള കോയിലില്ലേ കേസ് അത് ഓരോ സമയവും അത് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആവശ്യമില്ലാത്ത കുറേ കണ്ണൊക്കെ ഞാൻ വാരി പറക്കി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
എന്തായാലും ഇത്രയും കോയിനൊക്കെ കളഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന ഒരു M60 കിട്ടിലും പോലത്തെ ഒരു M60 ഇല്ലേ കേസ്, ആ ഒരു സ്നോ ബോളിൻ്റെ, അതും P90 സ്നോ ബോളിൻ്റെ ആ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബലൂൺ പയ്യെ പാറി പറഞ്ഞ് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കും വലിയ പിടിയൊന്നുമില്ല. പിന്നെ കേസ് നിങ്ങൾ കണ്ടു കാണും മാപ്പിനകത്ത് ഒരു വലിയൊരു പോർട്ടൽ പോലത്തെ ഒരു സാധനം, ലൈറ്റ് നേരെ ടോർച്ച് നേരെ മുകളിലേക്ക് അടിച്ച പോലത്തെ ഒരു സാധനമില്ല, അത് തന്നെ ആ സ്ഥലത്തേക്കാണ് അത് പോയി നിൽക്കുന്നത് കേട്ടോ. അതിന് ശേഷം കേസ് നോക്കുമ്പോഴത്തേക്കും അകത്തൊരു മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ യൂസ് അടിക്കുന്ന സമയത്ത് ആ ഒരു മാൻ ഉണ്ടല്ലോ എന്തോ ഒരു സാധനം നിലത്തിട്ട് അങ്ങോട്ട് ഓടുന്നു കാണാം. ഒരു ചാത്തം പിടിച്ചൊരു ഗണ്ണായിരുന്നു, നമ്മുടെ മാക്ടണില്ലേ അതായിരുന്നു കേട്ടോ. എന്തായാലും അതെനിക്ക് വേണ്ടത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് P90 അതേപോലെ തന്നെ M60 മാത്രം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും AK ആ ഒരു അറ്റത്ത് പോയി നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് താഴേക്ക് പോകുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ബലൂൺ താഴേക്ക് പോകുന്ന സമയത്ത് താഴേക്ക് ഒരു സ്റ്റെപ്പ് വീഴും. ആ ഒരു സ്റ്റെപ്പിൽ കൂടെ ആയിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി കണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പിനടുത്ത് നിൽക്കുവാണെങ്കിൽ വരുന്ന എനിമീസിനൊക്കെ നേരെ അടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത്, ഇപ്പോൾ സ്റ്റെപ്പ് വന്നിട്ടില്ല, ആ സ്റ്റെപ്പ് താഴേക്ക്, ഐ മീൻ നമ്മുടെ ഈ ഒരു ബലൂൺ താഴേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് വരും. അപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് പയ്യെ അടിച്ച് അവനെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാൻ വിചാരിച്ചു ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാണ് കേട്ടോ. എന്തായാലും പീക്കിന് സൈഡിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ആ ഒരു ബലൂൺ പാർക്കായിട്ടുണ്ടായിരുന്നത്. ഞാൻ ചുമ്മാ നിന്നാണോ ഇവിടെ ഒക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ചുമ്മാ ഡാമേജ് കൊടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഓടിപ്പടച്ച് ഒരു കാട്ടുവാഴ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അതും ഗൈസ് മറ്റേ ഒരു സർഫസ് ബോർഡില്ലേ അതിനകത്ത് തെന്നി വന്നവരാണ് കേട്ടോ. എന്തായാലും ഒരുത്തിനെ അടിച്ച് അവിടെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ മൂന്നാമത്തെ കില്ല് നമ്മുടെ സെക്യൂർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്റ്റെപ്പിനകത്തുണ്ടല്ലോ നമ്മുടെ ഒരു പെട്ട് കിടപ്പുണ്ട്. അത് ആവശ്യം വരുവാണെങ്കിൽ, അതായത് നമ്മൾ ബുള്ളറ്റൊക്കെ തീരുന്ന സമയത്ത് നേരെ അങ്ങോട്ട് ചാടി ഇറങ്ങുക, ഉള്ള ബുള്ളറ്റൊക്കെ വരിക, സെറ്റാകുക, തിരിച്ച് കയറി വരും. ദാരിദ്ര്യം പിടിച്ചവനാണല്ലോ ഞാൻ കൊന്നേ. എന്തായാലും അവൻ്റെ ഒരു ഗണ്ണും ഇല്ല, ഒരു തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞ് AK2 വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പയ്യെ തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞാൻ മാറാൻ വേണ്ടി നോക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇനി ആൾക്കാർ വരും കേസ്. ഓക്കെ, ഇനി ആൾക്കാർ വരും. ആ വരുന്ന സമയത്ത് അവന്മാരോടെ കില്ലെടുത്ത് കഴിഞ്ഞാൽ ഈസി കില്ലാണ് കേട്ടോ. ഈസി പോയാൽ നമ്മൾ ഏറ്റവും കിടിലം പോലെ സേഫായിട്ട് കളിച്ചൊരു മാച്ച് എന്നും കൂടെ ഇതിനെ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഓൾറെഡി ലാൻഡ് മൈൻ കിട്ടിയുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ആ ഒരു വരുന്ന സ്റ്റെപ്പില്ലേ, അതിപ്പോൾ അങ്ങനെയാണല്ലോ, ആ സ്റ്റെപ്പ് കിടക്കാതെ ഒരുത്തിനും ഒരു കാട്ടുമഴയ്ക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. ആ വന്ന വരവിന് നല്ല കിടിലം പോലത്തെ ഒരു ഡാമേജും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കേസ് ലാൻഡ് മൈനിൽ. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും അവൻ ഓടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ഗ്ലൂവാളിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് P90 വെച്ച് അടിച്ച് അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി അവൻ്റെ ലൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇത് പിന്നെ എനിക്ക് ലാൻഡ് മൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ AK ചോദിച്ചു, വേടാ ആ ലാൻഡ് മൈൻ ഇങ്ങ് തന്നെ, ആ ലാൻഡ് മൈൻ ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് AK എൻ്റെ അടുത്ത് ലാൻഡ് മൈൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ കയറി വാ AK, ഞാൻ ലാൻഡ് മൈൻ തരാം, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് AKനെയും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് AK എടുത്തിരിക്കുന്ന ലോഡ് ഔട്ടിനകത്ത് നോക്കുവാണെങ്കിൽ കേട്ടോ, നമുക്കിപ്പോൾ ലോഡ് ഔട്ട് മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചുറ്റികയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അല്ലേ വരുന്നത്. അതിനകത്ത് ഒരു പച്ച കളറുള്ള സാധനമില്ല കേസ്, അത് AK വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചുറ്റികയെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ടീമായിട്ട് കളിക്കുന്ന സമയത്ത് ഓരോ ലോഡൗട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കുറച്ച് കോയിൻ്റെ ആവശ്യമുള്ളതല്ലേ ഉള്ളൂ, അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തപ്പി പിടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും P90 വെച്ചിട്ട് 2 ജോക്കറും ഇവിടെ നിൽപ്പുണ്ട്. എവൻ കയറി വന്നാലും അവനെ അടിച്ചു കൊല്ലണം എന്നൊരു മൈൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ഗെയിം പ്ലേ കേസ് കാണുന്ന സമയത്ത് ഇത് വേറെ ലെവലാണല്ലോ എന്ന് തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ലൈക്ക് ആയിന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ എത്ര പേർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രാമതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പിന്നെയും ഫുൾ സ്റ്റെപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ താഴേക്ക് നോക്കുന്നുണ്ട്, എവിടെ പറന്നൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ടോ? പിന്നെ മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട് പറന്ന ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ AK പറഞ്ഞു, AK ഒന്നും നോക്കണ്ട, നേരെ മുകളിലേക്ക് കയറിക്കോ, അവന്മാരെ അടിച്ചോ, താഴെ വരുന്നവരെ ഞാൻ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ AK പറഞ്ഞു, എന്തിനാണ് ബ്രോ വെയിറ്റ് ചെയ്യുന്നത്, വാ കയറി അടിക്കാം, ഒറ്റ മൈൻഡ് വാ അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ രണ്ടും കൂടെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുവാഴയാണെങ്കിൽ വന്നിട്ട് ആ ഫൗണ്ടൈൻ്റെ ചോട്ട് നിൽക്കുന്നു കേസ്. ഓക്കെ, എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ബുഷാക്കിയിട്ട് പയ്യെ ചുറ്റി കേസ് അവൻ്റെ ഗ്ലൂ വാളിൻ്റെ സൈഡിൽ കൂടെ കയറി അവനടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവനെ കാണുന്നില്ലല്ലോ, അവൻ പൊട്ടൻ, അവനെ എന്തിനു പറയാൻ. ഓക്കെ, AK അടിച്ച് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. വിഷയം പോലത്തെ കളി ഒന്നും പറയാനോ. ഓക്കെ, അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വിഷയമായിട്ടുണ്ടായിരുന്നു. മേളിൽ വരുന്നവരെല്ലാം വാരി പറക്കി അടിക്കുന്നുണ്ട്. പിന്നെയാണ് കേസ് നമ്മുടെ ഈ ഒരു ബലൂണില്ലേ പയ്യെ മേളിലേക്ക് പോകുന്ന പോലെ ഡൗട്ട് മാത്രമായിരുന്നു അല്ലേ, എന്തായിരുന്നു മേളിലേക്ക് പോകാത്ത കേസ്. എത്ര നേരം ഈ ഒരു ബലൂൺ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം പിന്നെയും കേസ് നമ്മുടെ ടീംമേറ്റിൻ്റെ മണ്ടയ്ക്ക് ആ ഒരു ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി താഴെ എനിമി ഉണ്ടെന്ന്. അവന്മാരെ നോക്കാൻ വേണ്ടിയിട്ടല്ലോ പയ്യെ ഒരുത്തരല്ലേ കൊല്ലാന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു പച്ച ഡ്രസ്സ് ഇട്ട ഒരുത്തരെ കണ്ടു, അവനെ അടിച്ച് നോക്കാക്കി. അപ്പോൾ രണ്ടാമത്തെ കേസ് അവൻ്റെ ടീംമേറ്റ് പയ്യെ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് ആ ഒരു ചുമന്ന ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ പയ്യെ കേസ് കയറി വരുന്നുണ്ടായിരുന്നു. അവനെയും കൂടെ കേസ് റഷ് ചെയ്ത് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തു. ഇപ്പോൾ സൈഡ് വന്ന സമയത്ത് അവർ കുറച്ച് പിന്നെ ഡാമേജ് കൊടുത്തു. വേറെ ലെവലായിട്ട് ആ ഒരു ഡിയോ നമ്മൾ വൈപ്പ് എടുത്ത് മൊത്തം 6 കില്ല് കേസ്. ഓക്കെ, എൻ്റെ അമ്മോ 6 കില്ലൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞ് മാസ് കാണിച്ചൊക്കെ ഡയലോഗ് കാണിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വേറൊരുത്തരാണെങ്കിൽ ഉണ്ടല്ലോ തെന്നി ആ ഒരു സ്റ്റെപ്പ് വഴി കയറി വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കൊടുത്ത ലാൻഡ് മൈൻ AK അവിടെ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ.
വൈദവേ അത് കുഴപ്പമില്ല. പിന്നല്ലേ ലാൻഡ്മൈനല്ലേ ഇപ്പോൾ പൊട്ടിയേ. അവിടുത്തെ കേസ് നമ്മൾ നൈസായിട്ടുണ്ടല്ലോ കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി ആ ഒരു സാധനം വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. അവനൊക്കെ അവൻ്റെ പാട് നോക്കി അപ്പുറത്തെ പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നൈസായിട്ട് കേസ് താഴെ നോക്കുമ്പോഴത്തേക്കും അവനാണോ ആ കിടക്കുന്നത്. യെസ് ഗൈസ് ഓക്കെ, അവനെ കണ്ടു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇതിനെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് താഴേക്കുള്ളവനെ വെടിവെക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ കേസ് താഴെയുള്ളവന്മാർക്ക് നമ്മളെ കിടിലം പോലെ വെടിവെക്കാൻ പറ്റുമെന്ന് ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണത് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ കളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സ്റ്റെപ്പ് നിന്ന് കഴിഞ്ഞാൽ കിടിലം പോലെ കില്ലെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ കേസ് എത്രാമത്തെ ആളെയാണ് ഈ സ്റ്റെപ്പ് വെച്ച് നമ്മൾ മർഗിയാസാരയാക്കിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ എനിമിയൊക്കെ വരുവാണെങ്കിൽ ടീമേറ്റ് ഉണ്ടെങ്കിൽ അവരെ തലയുടെ മണ്ടയ്ക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് വെച്ച് എനിമിനെ കണ്ടുപിടിക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. എവിടെ ആൾക്കാരൊക്കെ അവിടെ കയറി വാടാ, ഇത്രയും നേരം നമ്മളിവിടെ നിൽക്കുന്നത് വെറുതെ ആണോ? സോ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിടിലം പോലത്തെ കില്ല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവന്മാർ കേസ് സർഫസ് ബോർഡ് വെച്ച് പറന്ന് വരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ബ്രോ അവന്മാർ സർഫസ് ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് നീ എന്താ പിടിച്ചേക്കാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കത്തില്ലേ. യെസ് എനിക്കറിയാം കേട്ടോ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ബട്ടൺ ഇല്ലടി. എൻ്റെ ഗ്ലൂ വാളിൻ്റെ ബട്ടൺ അല്ലാത്ത മറ്റേ ഗ്രാനേഡൊക്കെ ഇരിക്കുന്ന ബട്ടൺ കണ്ടില്ലേ, അതിൻ്റെ കീഴെയാണ്. ആ HUD ഒക്കെ മാറ്റി ഇനി കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഉണ്ടല്ലോ സർഫസ് ബോർഡൊക്കെ യൂസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ കേസ് വേറൊരു വഴിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇൻ കേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഞെക്കി കഴിഞ്ഞാൽ ഗ്രാനേഡൊക്കെ അല്ലേ വരിക, HUD മാറ്റാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തങ്ങ് ചാടിയപ്പോഴത്തേക്കും കേസ് നിങ്ങൾ കണ്ടില്ലേ, അത് തന്നെ ആ ഒരു സർഫസ് ബോർഡിനകത്ത് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. ആ വന്നവരിൽ കില്ലെടുക്കാൻ നോക്കി നടന്നിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെയോ പറന്നിറങ്ങുന്നു. നമ്മുടെ അവിടെ ഇനി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കേസ് നമ്മൾ പയ്യെ സോണിലേക്ക് വന്നു. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സർഫസ് ബോർഡിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതാണ് അടുത്ത പ്രശ്നം. എന്തവസ്ഥയാണ് നോക്കിക്ക്, ഒന്ന് ശരിയാകുമ്പോൾ ഒന്ന് ശരിയാകത്തില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ കേസ്. ഞാൻ മാക്സിമം എന്തൊക്കെയോ പിടിച്ച് വെക്കി നോക്കി ഈ സർഫസ് ബോർഡിൽ നിന്ന് മാറുമെന്ന്. ചാടലും തിരിയിലും ഗണ്ണുമാറ്റലും എല്ലാം ചെയ്ത് നോക്കിയപ്പോഴും എൻ്റെ സർഫസ് ബോർഡ് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഈ ഒരു മാച്ച് ഈ സർഫസ് ബോർഡ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ച് നമ്മൾ നേരെ സോണിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് സ്കില്ലും കാര്യങ്ങളൊക്കെ കാണിക്കില്ല. പിന്നെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും പുതിയ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അവസാനം വരെ കാണിച്ചിട്ടേ അവിടെ നിൽക്കത്തുള്ളൂ കേട്ടോ. വൈദവേ വന്ന സമയത്ത് കേസ് നല്ല കിടിലം പോലത്തെ 360 അടിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ട്രക്ക് വന്ന് എൻ്റെ നെഞ്ചത്തേക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവനെന്നെ അടിച്ചങ്ങ് ഉറക്കി. ആ സമയത്ത് ഏക്കൊരു മാസ്മരികമായിട്ട് 8ാമത്തെ കില്ല് എൻ്റെ അളിയ വിഷയം കേട്ടോ. ഞാൻ അവിടെ നോക്കേക്കടൻ്റെ കാറിക്ക് വന്നിട്ട് വന്ന് രക്ഷിക്കടാന്നൊക്കെ പറയുന്നുണ്ട്. സോ അവൻ നൈസായിട്ട് ഓടി വന്നിട്ട് എന്നെ റിവൈവിങ് ചെയ്തെന്നായിരുന്നു കേട്ടോ. എന്നെ ഇടിച്ചവനൊക്കെ അവിടെ കിടന്ന് എഴയുന്നുണ്ടോ? ഇല്ല, അവനൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഒരു ഗ്ലൂ ആളൊക്കെ ഇട്ട് ഒരു സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം കേസ് മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് 3 പേര് അലൈവ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 പേര് നമ്മളാണ്. ലാസ്റ്റ് കില്ലാണ്. അതും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 8 കില്ല്, AKക്ക് 8 കില്ല്, വിഷയം കളി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അവനോട് വെയിറ്റ് ചെയ്യാം. സോ അതിനു മുമ്പ് കേസ് ഞാൻ പിന്നൊരു കാര്യം പറയുകയാണ്. അതായത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന്. സോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. നമ്മളെപ്പോഴും പറ്റുന്ന പോലെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ചാനലിനകത്ത് വീഡിയോസോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അവനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആ ഒരു കാട്ടുവാഴ ഈ ഒരു ചെറിയ സോണിനകത്ത് എവിടെ കളവും നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ആ താഴെ കാണുന്ന ആ LC വീടിലെ കേസ് അവിടെ എവിടെയെങ്കിലൊക്കെ അവൻ കാണുമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ആ കാട്ടുവഴി എലിമിനേറ്റ് ആയി കേസ് എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു എലിമിനേറ്റും കൂടെ ആയപ്പോഴത്തേക്കും നല്ല കിടിലം പോലത്തെ ബുയി അടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഹീറോയ്ക്ക് 4 സ്റ്റാർ ആണ്. ഡയമണ്ട് 4 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടുക്കം പോലത്തെ വേറെ ലെവൽ വേണ്ടിയിട്ടാണ്. അതായിരിക്കും ബൈ ഗൈസ്.